കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശി CAG റിപ്പോർട്ട്. വിമാനവിലയുടെ വിശദാംശങ്ങളില്ലാതെ റഫേലിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിച്ചു. ആദ്യ കരാറിൽ HAL ഉണ്ടായിരുന്നുവെന്ന് സമ്മതിച്ച CAG കരാറിൽ അനിൽ അംബാനിയുടെ ഇടപെടലിനെ കുറിച്ചും മൗനം പാലിക്കുന്നു. സഭാ സമ്മേളനത്തിന്റെ അവസാന ദിനമായതിനാൽ പ്രതിപക്ഷത്തിന് CAG റിപ്പോർട്ടിന് മറുപടി പറയാൻ അവസരം ലഭിച്ചില്ല. കോൺഗ്രസ് എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആനന്ദ്, ഇന്ന് രാവിലെയുള്ള സെക്ഷൻ വെച്ചാണ് രാജ്യസഭയിലും ലോക്സഭയിലും CAG റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. വിലയുടെ വിശദാംശങ്ങളിലേക്ക് പോലും കടക്കുന്നില്ല. പകരം മൊത്തം വില കണക്കാക്കുമ്പോൾ 2.87% വില UPയേക്കാൾ കുറവാണ് NDA സർക്കാരിന്റേതാണ് എന്ന് പറയുന്നു. പക്ഷേ ഓരോ വിമാനത്തിന്റെ വിലയിലോ അതിന്റെ മറ്റു വിശദാംശങ്ങളെ കുറിച്ചോ CAG റിപ്പോർട്ടിൽ മൗനം പാലിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യം HAML മുൻ കരാറിൽ ഉണ്ടായിരുന്നു എന്ന് CAG സമ്മതിക്കുന്നുണ്ട്. കാരണം 18 വിമാനങ്ങൾ എന്ന ആദ്യ സ്ക്വാഡ്രൺ നമുക്ക് നൽകാനായിരുന്നു 126 വിമാനങ്ങളുടെ കരാറിൽ ഉണ്ടായിരുന്നത്. അതിന് 74 മാസം വരെ എടുക്കുമായിരുന്നു. ബാക്കി ഇന്ത്യയിലെ പങ്കാളിയായ HAL നിർമ്മിക്കും. പക്ഷെ അതേസമയം NDA സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കരാർ പ്രകാരം അനിൽ അംബാനി പങ്കാളിയാണ് എന്നതിനെ കുറിച്ചൊന്നും റിപ്പോർട്ട് പറയുന്നില്ല. അക്കാര്യത്തെ കുറിച്ചും റിപ്പോർട്ട് മൗനം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാദമായ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ CAG പാർലമെന്റിൽ സമർപ്പിച്ചിരിക്കുന്നത്. പാർലമെന്റ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CAG തങ്ങൾക്ക് അംഗീകരിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ട്വീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അരുൺ ജെയ്റ്റ്ലി ഇത് സത്യം പുറത്തു വന്നു എന്നതുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷം ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. കാരണം യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ രാവിലെ പാർലമെന്റിൽ പ്രതിഷേധിച്ചു. 4 മണിയോടുകൂടി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. ശരി, വ്യക്തമാണ്. സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. പോക്സോ പ്രതിയായ തൊളിക്കോട് ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്ന് പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇമാം കീഴടങ്ങണമെന്ന് അഭിഭാഷകൻ മുഖേന പോലീസ് മുന്നറിയിപ്പ് നൽകി. തൊഴിലുറപ്പ് ജോലിക്കെത്തിയ സ്ത്രീകളാണ് വനത്തിൽ വെച്ച് പെൺകുട്ടിയുമായി എത്തിയ ഇമാമിനെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിച്ച് വനത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന തിരുവനന്തപുരം തൊള്ളിക്കോട് പള്ളി മുൻ ഇമാം ഷെരീഫ് അൽ ഖാസിമിയുടെ സ്വദേശമായ ഈരാറ്റുപേട്ടയിലെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും പോലീസ് അന്വേഷണം നടത്തി. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതി നീക്കമുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം വ്യാപകമാക്കിയത്. കീഴടങ്ങണമെന്ന് ഇമാമിന്റെ അഭിഭാഷകനോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. സ്കൂളിൽ നിന്നും ഉച്ചസമയത്ത് പുറത്തുവന്ന പെൺകുട്ടിയെ സ്വന്തം വാഹനത്തിൽ കയറ്റി ആളില്ലാത്ത വനപ്രദേശത്തെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പ്രദേശത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇമാമിനൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് ഇവർ ഇമാമിനെ ചോദ്യം ചെയ്തതോടെ പെൺകുട്ടി തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് സംഭവസ്ഥലത്തു നിന്നും മുങ്ങുകയായിരുന്നു. ഒരു യൂണിഫോം കൊച്ചാണെങ്കിൽ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ എല്ലാവരും കൂടെ കയറി വന്ന സമയത്താണ് പുള്ളിക്കാരൻ ഈ സൈഡിൽ നിൽക്കുകയായിരുന്നു. നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചത് എന്തിനും ഇവിടെ കാറിട്ടേക്കണമെന്ന് വെച്ചാൽ പേപ്പാറ കാണാൻ പോയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. പേപ്പാറ കാണാൻ പോയിട്ട് പിന്നെ ഇതിനകത്ത് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അതിൻ്റെ ഭാര്യ ഡ്രസ്സ് മാറിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ചോദിച്ചു നിങ്ങളെ ഭാര്യ എന്ത് ഡ്രസ്സ് മാറാതെയാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് മാറിയാണ് മാറിയിട്ട് പുറത്തിറക്കാം. നമ്മൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ പുറത്തിറക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മാറിയിട്ട് പുറത്തിറക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഇയാൾ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി തിരിച്ച സമയത്തിനാണ് വണ്ടി ബാക്ക് ഇടിച്ച് ഒരു മരത്തിൽ കയറി ഇടിച്ചിട്ട് വണ്ടി എടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി എടുക്കാൻ പറ്റൂല, വണ്ടി തടഞ്ഞു. സംഭവം പുറത്തായതോടെ തൊളിക്കോട് പള്ളിക്കമ്മിറ്റി അന്വേഷണം നടത്തി ഇമാമിനെ സ്ഥാനത്തു നിന്നും നീക്കി. പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പള്ളിക്കമ്മിറ്റി പ്രസിഡന്റിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇമാമിനെതിരെ പോക്സോ പ്രകാരം വിതുര പോലീസാണ് കേസെടുത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം പരിശോധിച്ച ഓൾ ഇന്ത്യ ഇമാം കൌൺസിൽ ഷെരീഫ് അൽ ഖാസിമിയെ സംഘടനയിൽ നിന്നും പുറത്താക്കി. ഫേസ്ബുക്കിലാണ് ഇക്കാര്യം അവർ വ്യക്തമാക്കിയത്. ഇമാം പീഡിപ്പിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രഹസ്യകേന്ദ്രത്തിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഹിന്ദി ഹൃദയഭൂമിയായ മധ്യപ്രദേശിൽ അംഗം മുറുക്കി കോൺഗ്രസും ബി.ജെ.പിയും 15 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ക്ഷീണം തീർക്കാൻ ശിവരാജ് സിംഗ് ചൌഹാനും ആർ.എസ്.എസും നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഹിന്ദു വർഗീയ കാർഡിറക്കിയാണ് കോൺഗ്രസിന്റെ കളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റെങ്കിലും മധ്യപ്രദേശിൽ ബി.ജെ.പി പ്രതീക്ഷിക്കുമ്പോൾ 25 സീറ്റിന്റെ കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയതു മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കണക്കുകൂട്ടലാണ് കോൺഗ്രസ്. ഭരണ തീരുമാനങ്ങളെല്ലാം സംസ്ഥാനത്തെ 29 ലോക്സഭാ സീറ്റിലെ വിജയം മുന്നിൽ കണ്ടു മാത്രം. 2014 29 സീറ്റിൽ 27 പിടിച്ചെടുത്ത് ബി.ജെ.പി വൻ വിജയം ആഘോഷിച്ചു. വെറും 2 സീറ്റിലൊതുങ്ങി മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്. എന്നാൽ 2018 ഡിസംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ബി.ജെ.പി വിജയിച്ച 27 ലോക്സഭാ സീറ്റ് ഉൾക്കൊള്ളുന്ന നിയമസഭാ സീറ്റുകളുടെ പകുതിയും കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപ്രകാരം ബി.ജെ.പിക്ക് കൈവശമുള്ള 10 സീറ്റിൽ സംഘപരിവാർ ഭൂരിപക്ഷം കുറഞ്ഞു, 17 സീറ്റ് നിലനിർത്തും. പക്ഷെ കോൺഗ്രസ് ആകട്ടെ 2 ലോക്സഭാ സീറ്റ് 10 ഉയർത്തിയേക്കും. 25 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന കണക്കുകൂട്ടലാണ് ഹൈക്കമാൻഡ്. 2014 ലഭിച്ച 35.35% വോട്ട് ഷെയർ 5% വർദ്ധിപ്പിച്ച് 41%-ആയി 4 വർഷത്തിനു ശേഷം ഉയർത്താൻ കഴിഞ്ഞതും ഹൈക്കമാൻഡിന് പ്രതീക്ഷ നൽകുന്നു. ഭരണമേറ്റയുടൻ മുഖ്യമന്ത്രി കമൽനാഥ് 2 ലക്ഷം വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളിയതും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പുതുക്കിയതും വോട്ടുമാരെ ആകർഷിക്കാനുള്ള നീക്കമായി. അതേസമയം 80%-ലേറെ വരുന്ന ഹിന്ദു വോട്ടുമാരെ കയ്യിലെടുക്കാൻ വർഗീയ രാഷ്ട്രീയം കോൺഗ്രസ് കളിക്കുന്നത് വിമർശിക്കപ്പെടുന്നു. പശു കശാപ്പുകാർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുത്തതും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കാളേറെ ഗോശാലകൾക്കായി തുക വകയിരുത്തുന്നതും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ശിവരാജ് സിംഗിനുള്ള ജനപ്രീതി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഗുണകരമാകുമെന്നാണ് ആർ.എസ്.എസ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മോദിക്ക് അനഭിമതനായ ചൌഹാൻ ദില്ലിയിലെത്തുന്നത് അമിത്ഷയ്ക്കും താല്പര്യമില്ല. മോദി ചൌഹാൻ പടലപ്പിണക്കം മധ്യപ്രദേശിലെ പ്രചാരണങ്ങളെ ബാധിക്കുന്നു. എന്നാൽ ജ്യോതിരാജ്യ സിന്ധ്യയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. കമൽനാഥുമായുള്ള സിന്ധ്യയ്ക്കുള്ള വിയോജിപ്പ് കോൺഗ്രസിനും തലവേദനയാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് വേദിയൊരുക്കി ആം ആദ്മി പാർട്ടിയുടെ റാലി ദില്ലിയിൽ ആരംഭിച്ചു. കാവൽക്കാരന്റെ ജോലി സമ്പന്നരെ സഹായിക്കൽ മാത്രമായിരുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. രാജ്യത്തിനായി പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുരുപയോഗം ചെയ്തുവെന്നും യെച്ചൂരി വ്യക്തമാക്കി. സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ജന്തർ മന്ദറിൽ നടക്കുന്ന റാലിയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. മമതാ ബാനർജി, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. അതേസമയം റാലിയിൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ല. ബി.ജെ.പി സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള LDF ജാഥ നാളെ ആരംഭിക്കും. തെക്കൻ കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ കേരള ജാഥയ്ക്ക് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നേതൃത്വം നൽകും. തിരുവനന്തപുരത്തു നിന്നും മഞ്ചേശ്വരത്തു നിന്നും ആരംഭിക്കുന്ന ജാഥ മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും. ബി.ജെ.പി സർക്കാരിനെ പുറത്താക്കി രാജ്യത്തെ രക്ഷിക്കുക, രാജ്യത്ത് വികസനവും സമാധാനവും സാമൂഹ്യ പുരോഗതിയും കൊണ്ടുവരിക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരള സംരക്ഷണയാത്ര എന്ന പേരിൽ സംസ്ഥാനത്ത് ജാഥ നടത്താൻ LDF തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് വെച്ചും ഫെബ്രുവരി 16 മഞ്ചേശ്വരത്ത് വെച്ചും ജാഥകൾ ആരംഭിച്ച് മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും. നാളെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നേതൃത്വം നൽകും. തിരുവനന്തപുരത്ത് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും മഞ്ചേശ്വരത്ത് CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ജാഥ ഉദ്ഘാടനം ചെയ്യും. 2 ജാഥകളും മാർച്ച് 2-ന് വമ്പിച്ച റാലിയോടുകൂടി തൃശൂരിൽ സമാപിക്കും. സമാപന റാലിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് പങ്കെടുക്കില്ല. മറ്റന്നാൾ തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം. ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ ദുബായിലേക്ക് പോകുന്നതിനാലാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്നാണ് വിശദീകരണം. കേരള കോൺഗ്രസിൽ പ്രതിസന്ധി മൂർച്ഛിപ്പിച്ചുകൊണ്ടാണ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ നിന്ന് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് വിട്ടുനിൽക്കുന്നത്. ദുബായിൽ നടക്കുന്ന ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ നാളെ തിരിക്കുന്നതിനാലാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് ജോസഫിന്റെ വിശദീകരണം. 15-നാണ് തിരുവനന്തപുരത്ത് യാത്രയുടെ സമാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സീറ്റ് വേണമെന്ന് PJ ജോസഫ് ശക്തമായ നിലപാടെടുത്തതോടെയാണ് കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായത്. കഴിഞ്ഞ ചെറുക്കുന്ന സമ്മേളനം മുതൽ ജോസഫും മാണിയുമായി അകൽച്ചയിലാണ്.
കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പാർട്ടി യാത്ര പ്രഖ്യാപിച്ചപ്പോഴും ജോസഫ് വിഭാഗം ഇടഞ്ഞു. തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന കാർഷിക മേളയിൽ ജോസ് കെ മാണിയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തില്ല. ഇതും ഇരുവരും തമ്മിലുള്ള അകലം കൂട്ടാനിടയാക്കി. കാസർഗോഡ് യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജോസഫ് പങ്കെടുത്തെങ്കിലും തുടർന്നിങ്ങോട്ട് കാര്യമായ സഹകരണം ഉണ്ടായിരുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാർ പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണത്തിന് ഹൈക്കോടതി സ്റ്റേ വച്ചിരിക്കുന്നു. ഇപ്പോൾ സാലി മുഹമ്മദ് ചേർന്നു. സാലി, എന്തൊക്കെയാണ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത്? ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ വിവാദമായി മൂന്നാറിലെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടത്തുന്ന ഒരു കെട്ടിട നിർമ്മാണമുണ്ട്. ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സജീവമായിരുന്നു. അതിനിടെയാണ് മൂന്നാറിലെ ഇടതുപക്ഷ നേതാവ് CPI നേതാവ് ഔസേപ്പ് ഒരു പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയത്. ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണെന്നും സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു പൊതുതാൽപര്യ ഹർജിയിലെ ആവശ്യം. ഒപ്പം തന്നെ ആ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാരും ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ മൂന്നാറിലെ CPI നേതാവ് ഔസേപ്പിന്റെ പൊതുതാൽപര്യ ഹർജിയും സർക്കാർ സമർപ്പിച്ച ഹർജിയും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മൂന്നാർ പഞ്ചായത്ത് നടത്തുന്ന ഈ കെട്ടിട നിർമ്മാണം അത് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ ഹർജിയിൽ പ്രാഥമിക വാദം കേട്ടപ്പോൾ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത്, അത് UDF നിയന്ത്രണത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 2010 ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം കൂടി അതിലുണ്ട്. കാരണം 2010 ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം സബ് കളക്ടറിൽ നിന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ എവിടെ ഏത് കെട്ടിടം നിർമ്മിച്ചാലും NOC വാങ്ങിയിരിക്കണം എന്ന ഒരു ഉത്തരവ് ഹൈക്കോടതിയുടേതായുണ്ട്. അത്തരത്തിലൊരു NOC ഈ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് വാങ്ങിയിട്ടില്ല എന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, കണ്ണൻ ദേവൻ കമ്പനിയിൽ നിന്ന്, ടാറ്റയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. അപ്പോൾ പാട്ടത്തിനെടുത്ത തോട്ടഭൂമി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് നിയമങ്ങളും ഇക്കാര്യത്തിൽ ബാധകമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ടാറ്റയുടെ ഒരു സത്യവാങ്മൂലമുണ്ട്. അതിൽ ടാറ്റ പറയുന്നത് ഈ നിർമ്മാണം അനധികൃതമാണ്. കാരണം ഇത് പാട്ടത്തിന് ഞങ്ങൾ നൽകിയ ഭൂമിയാണ്. ആ പാട്ടക്കരാർ അനുസരിച്ച് ഈ പ്രസ്തുത ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് അവകാശമില്ല. അത് പാർക്കിങ്ങിന് മാത്രമായി നൽകിയ ഭൂമിയാണ് എന്ന് ടാറ്റ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ കെട്ടിട നിർമ്മാണം തുടരരുത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി പിന്നീട് ഈ മൂന്നാറിലെ CPI നേതാവ് ഔസേപ്പ് നൽകിയ പൊതുതാൽപര്യ ഹർജിയും സർക്കാർ മൂന്നാറിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ തന്നെ സമർപ്പിച്ച ഹർജിയും, ഇത് രണ്ടും ഒരുമിച്ച് പിന്നീട് പരിഗണിക്കും. ഈ പഞ്ചായത്തിന്റെ അധികൃതർ ആരെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്തിയിരുന്നോ കോടതിയിൽ, സാലി? ഇത് സംബന്ധിച്ച് പഞ്ചായത്തിന്റെ നിലപാട് ഇത്തരത്തിലൊരു NOC വാങ്ങേണ്ടതില്ല എന്നുള്ളതായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. പക്ഷെ കോടതി അംഗീകരിച്ചില്ല. ഒപ്പം തന്നെ സർക്കാരും അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. 2010 ഉത്തരവ് പ്രകാരം, ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സബ് കളക്ടറിൽ നിന്ന് NOC സ്വായത്തമാക്കേണ്ടത് നിയമപ്രകാരം പഞ്ചായത്തിന്റെ ബാധ്യതയായിരുന്നു എന്ന് സർക്കാരും വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഈ പൊതുതാൽപര്യ ഹർജിക്കാരൻ ഉന്നയിച്ച ആവശ്യങ്ങളും സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയൂടി ചെയ്തതോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണം അനധികൃതമാണെന്ന് സർക്കാരും വ്യക്തമാക്കി. അതോടുകൂടിയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഒരു സ്റ്റേ നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മൂന്നാർ പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. ഒരിടവേള. PTA റഹീം MLA നേതൃത്വത്തിലുള്ള നാഷണൽ സെക്യുലർ കോൺഫറൻസ് INL ലയിച്ചു. ലയന സമ്മേളനം അടുത്ത മാസം കോഴിക്കോട് ചേരും. സഹകരിച്ച് പ്രവർത്തിക്കുന്ന PTA റഹീം MLA നേതൃത്വത്തിലുള്ള നാഷണൽ സെക്യുലർ കോൺഫറൻസ് INL ലയിച്ചു. ലയന സമ്മേളനം അടുത്ത മാസം കോഴിക്കോട് നടക്കും. തീരുമാനം INL നേതൃത്വം സഹർഷം സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിലും NSC ചെയർമാൻ PTA റഹീം MLAയും അറിയിച്ചു. ഈ ഒരു കൂടിച്ചേരൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ അനിവാര്യതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സംഘടനകൾ ആണ് INL-ഉം NSC. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി INL-നെ കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കിയതോടുകൂടി ഞങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ഒന്നായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ബാനറിൽ ഒറ്റക്കെട്ടായി പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമെന്ന് ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചു.
ഈ നീക്കത്തിന് INL അഖിലേന്ത്യാ നേതൃത്വം അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. ഇടത് ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനും ഇടതുപക്ഷ ആശയമുള്ള സംഘടനകളുടെ കൂടിച്ചേരലിനും ഈ നീക്കം സഹായകമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും നേതാക്കൾ അറിയിച്ചു. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടുകൂടിയാണ് ഒന്നിക്കാൻ ഇന്ത്യൻ നാഷണൽ ലീഗിലേക്ക് ലയിക്കാൻ NSC തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറന്നത്. യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി നെയ്വിളക്ക് തെളിച്ച് യോഗനിദ്രയിലായ അയ്യപ്പനെ തീർത്ഥാടക സാന്നിധ്യം അറിയിച്ചതോടെ സന്നിധാനം ശരണം വിളികളാൽ മുഖരിതമായി. തുടർന്ന് തന്ത്രി ഭക്തർക്ക് അഭിഷേക പ്രസാദം വിതരണം ചെയ്തു. നട തുറക്കുന്ന ദിവസമായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ പൂജകൾ ഒന്നുമില്ലായിരുന്നുവെങ്കിലും അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത്. അതേസമയം കുംഭമാസ പൂജാ സമയത്ത് യുവതികളെ സന്നിധാനത്ത് എത്തിക്കുമെന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രഖ്യാപിച്ചിരുന്നു. യുവതികളെത്തിയാൽ തടയുമെന്ന് സംഘപരിവാർ സംഘടനകളും അറിയിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. സുരക്ഷയ്ക്കായി SP V അജിത്തിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാർ ഉൾപ്പെടെ 425 പോലീസുകാരെയാണ് സന്നിധാനത്ത് മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കെവിൻ വധക്കേസ് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4-ൽ നടന്ന പ്രാഥമിക വാദത്തിനിടെയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. കേസിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രാഥമിക വാദം 22-ന് തുടരും. കേസിലെ പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഷുക്കൂർ കേസിൽ പ്രതി ചേർത്തത് രാഷ്ട്രീയ വൈരാഗ്യം കാരണമെന്ന് TV രാജേഷ് MLA. നിയമത്തിന് മുന്നിൽ നിരപരാധിത്വം തെളിയിക്കും. പുതിയ തെളിവുകളോ സാക്ഷികളോ ഇല്ലാതെയാണ് കുറ്റപത്രമെന്നും TV രാജേഷ് പ്രതികരിച്ചു. കേസ് നിയമപരമായി ഞങ്ങൾ നേരിടും. കോടതിയിൽ വിശ്വാസമുണ്ട്. നിയമത്തിന് മുന്നിൽ ഞങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. സ്വാഭാവികമായും ചില കേസുകളിൽ ചിലർ പ്രതിയാവും. ഇത് പ്രതി ചേർക്കപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾ മുന്നിൽ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നിയമപരമായി കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കെട്ടിച്ചമച്ച ഒരു കേസാണ്. കാരണം ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു കേസാണ്. അതോടെ തന്നെ ഈ കേസിനെ സംബന്ധിച്ച് യാതൊരു വേവലാതിയുമില്ല. കേസിൽ പ്രതിയായവരെല്ലാം രാജിവെക്കേണ്ടതാണ് എങ്കിൽ ശശി തരൂരിനെ പോലുള്ളവർ കൂടി രാജിവെച്ചിട്ട് പ്രതിപക്ഷ നേതാവ് അത്തരമൊരു പ്രസ്താവന നടന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം. ആലുവ പെരിയാറിൽ കണ്ടെത്തിയ മൃതദേഹം യുവതിയുടേത്. പുതപ്പിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടിയ ശേഷം കരിങ്കല്ലിൽ കെട്ടി താഴ്ത്തിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപ്പെടുത്തിയ ശേഷമോ അബോധാവസ്ഥയിലോ പുഴയിൽ തള്ളിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇന്നലെ രാത്രിയോടെയാണ് ആലുവ മംഗലപ്പുഴ പാലത്തിനടുത്ത് വിൻസെഷൻ സെമിനാരിയുടെ കടവിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടത്. പുതപ്പിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടിയ ശേഷം കരിങ്കല്ലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. പോലീസ് എത്തി കരയിലെത്തിച്ചതോടെ മൃതദേഹം യുവതിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഏകദേശം 30-നും 40-നും ഇടയിൽ പ്രായവും 154 സെന്റിമീറ്റർ ഉയരവുമുള്ള യുവതിയുടെ വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു. ലെഗിൻസും ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത്. കൊലപ്പെടുത്തിയ ശേഷമോ അബോധാവസ്ഥയിലോ ആകാം മൃതദേഹം പുഴയിൽ തള്ളിയതെന്ന് കരുതുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ആലുവ റൂറൽ SP രാഹുൽ R നായരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സ്ത്രീയുടെ ജഡമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ആലുവ DYSPയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ഊർജിതമായിട്ട് തന്നെ കുറേ ഓഫീസേഴ്സും അതിലുണ്ട്. വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറലായിട്ടുള്ളയും ഡിറ്റക്ഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. 40 കിലോയോളം ഭാരമുള്ള കരിങ്കല്ല് കൊണ്ട് കെട്ടിയിരുന്നതിനാൽ വളരെ ദൂരത്തു നിന്നല്ല മൃതദേഹം ഒഴുകിയതെന്നാണ് പോലീസ് നിഗമനം. സമീപ ദിവസങ്ങളിൽ കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള പോലീസിന് ദുബായിൽ അംഗീകാരം. ദുബായിൽ നടക്കുന്ന ലോക